ഫ്രീ ട്രെയിൻ ട്രാവലേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ അവതരിപ്പിച്ച വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി ഇന്നൊരു കുറ്റാന്വേഷണ കഥയാണ് അവതരിപ്പിക്കുന്നത്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ തെളിവുകൾ കൊണ്ട് കേരള പോലീസിൻ്റെ മികവ് കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കേസ്. ആ കേസ് നടക്കുന്നത് കേരളത്തിലെ കൊച്ചിയിലാണ്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള സസ്പെൻസുകൾ നിറഞ്ഞ ഒരു കൊലപാതക കേസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഉദ്യോഗഭരിതമായ നിമിഷങ്ങളാണ് ഇതിൽ മുഴുവൻ. ഇതിൻ്റെ അവസാനം വരെ സസ്പെൻസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2016 ഡിസംബർ മാസത്തിലാണ്. 2016 ഡിസംബർ മാസം കൊച്ചിയിലെ കുമ്പളം കായൽ വൃത്തിയാക്കുന്നതിനിടെ JCB ഡ്രൈവർക്ക് ഒരു വലിയ വീപ്പ കിട്ടുകയുണ്ടായി. നീല നിറത്തിലുള്ള വീപ്പ. സ്വാഭാവികമായും ഈ വീപ്പയിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടി JCB ഡ്രൈവർ ഈ വീപ്പ കരയ്ക്കെത്തിക്കുന്നു. അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വീപ്പ അയാൾക്ക് പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അതിനുള്ളിൽ കട്ടിയുള്ള എന്തോ വസ്തു നിറച്ചിരുന്നതായിട്ട് ബോധ്യമായി. അത് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ആ വീപ്പയും അവിടെ ഉപേക്ഷിച്ച് JCB ഡ്രൈവർ പോയി. പിന്നീട് മാസങ്ങളോളം, ഏകദേശം 1 വർഷത്തോളം ഈ വീപ്പ അജ്ഞാതമായി ഈ രഹസ്യവും പേരിൽ അവിടെ കിടന്നു. ക്രമേണ ഈ JCB ഡ്രൈവർ ഉപേക്ഷിക്കപ്പെട്ടു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ഇത് മത്സ്യത്തൊഴിലാളികൾക്കും നാട്ടുകാർക്കും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ വീപ്പയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നാട്ടുകാരും അവിടുത്തെ തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളും ആരംഭിച്ചു. അതിൻ്റെ ഫലമായി അവർ ആദ്യം എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വട്ടം പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാർ തടിച്ചുകൂടി ഈ വീപ്പയ്ക്കുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഓരോരുത്തരും നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റാഞ്ഞതിനാൽ പാറ പൊട്ടിക്കുന്ന തരത്തിലുള്ള ചുറ്റിക അവിടെ കൊണ്ടുവരേണ്ടി വന്നു. ഈ പാറ പൊട്ടിക്കുന്ന തരത്തിലുള്ള ചുറ്റിക ഉപയോഗിച്ച് ഈ വീപ്പയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന കോൺക്രീറ്റിന്റെ പാളികൾ ഓരോന്നും പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. ഈ കോൺക്രീറ്റ് പൊട്ടിച്ചപ്പോൾ ലഭിച്ച വസ്തുക്കൾ കണ്ട് അവിടെ നിന്നവർ അത്ഭുതപ്പെട്ടു. കാരണം അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അസ്ഥികൂടമായിരുന്നു. ഒരു മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന അസ്ഥികൂടം. ഓരോ ഭാഗം പൊട്ടിക്കുന്നതോറും ഓരോ മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അതിനോടൊപ്പം ചെറിയ തുണിക്കഷ്ണങ്ങൾ, കയറ് എന്നിവയൊക്കെ അസ്ഥികൂടത്തിനൊപ്പം ഉണ്ടായിരുന്നു. മാംസഭാഗങ്ങൾ പൂർണ്ണമായി അഴുകിയ നിലയിലായിരുന്നു. എല്ലുകൾ, കാലിൻ്റെ എല്ലുകൾ, ഇടുപ്പെല്ല്, തലയോട്ടിയോട് ചേർന്ന ഭാഗത്ത് കുറച്ച് നീളത്തിലുള്ള മുടിയിഴകൾ എന്നിവയുണ്ടായിരുന്നു. അതിനോടൊപ്പം ഇടുപ്പെല്ലിൽ ചുറ്റിക്കെട്ടിയ അരഞ്ഞാണം ഉണ്ട്. 80 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു അരഞ്ഞാണം ഉണ്ടായിരുന്നു. ഇത്രയും അവശിഷ്ടങ്ങൾ കിട്ടിയപ്പോൾ ഏകദേശം ഒരു സ്ത്രീയാണ് എന്ന് ഊഹിക്കാം. എങ്കിലും പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരെത്തി സൂക്ഷ്മമായ പരിശോധനകൾ ആരംഭിച്ചു. ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ അവശിഷ്ടമാണെന്ന് ഫോറൻസിക് വിദഗ്ധർ ഉറപ്പിച്ചു. എന്നാൽ ഈ സ്ത്രീ ആരാണ്? എങ്ങനെ ഈ കൊലപാതകം നടന്നു? ആരാണ് ഈ കൊലപാതകം ചെയ്തത്? ഇങ്ങനെയുള്ള ലീഡ്സിലേക്ക് നയിക്കുന്ന യാതൊരു തുമ്പും ആ അവശിഷ്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. പോലീസ് വളരെ വിശദമായി ഈ അവശിഷ്ടങ്ങൾ പരിശോധിച്ചുവെങ്കിലും ഈ കേസ് അന്വേഷണത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള യാതൊരു തുമ്പും ആ ഒരു അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് കേസിനാസ്പദമായ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഫോറൻസിക് വിദഗ്ധർ പരമാവധി ശ്രമിച്ചു. ഇതിൻ്റെ DNA പരിശോധന നടത്തി, രാസപരിശോധന നടത്തി. എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. യാതൊരു തെളിവുകളും യാതൊരു തുമ്പും പോലീസിന് ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. എന്നാൽ അവസാനം ഈ അവശിഷ്ടങ്ങൾ വളരെ സൂക്ഷ്മമായി ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അവശിഷ്ടത്തിൽ നിന്നും കേസിനാസ്പദമായ ഒരു നിർണായകമായ തെളിവ് ലഭിക്കുകയുണ്ടായി. ആ അസ്ഥികൂടത്തിന്റെ ഇടത് കണങ്കാലിൽ നിന്നും അസ്ഥികൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ആയിരുന്നു ആ നിർണായകമായ തെളിവ്. അതിന് പറയുന്ന പേര് മാളിയോളാർ സ്ക്രൂ എന്നാണ്. പൊട്ടിയ അസ്ഥികൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ കനം കുറഞ്ഞ ഹാർഡ് മെറ്റൽ, അതായത് ടൈറ്റാനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ക്രൂ ആണ് മാളിയോളാർ സ്ക്രൂ എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്. വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് അതിസൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ പല നിരീക്ഷണങ്ങളിലും അത് കണ്ടെത്താതിരുന്നത്.
ഈ മാളിയോള സ്ക്രൂ എന്നത് വളരെ ചെറുതായതുകൊണ്ട് അത് നോക്കിയപ്പോൾ അതിനുള്ളിൽ എന്തോ എഴുതിയിരിക്കുന്നതായി മനസ്സിലാക്കിയെങ്കിലും അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല. ഉടൻ തന്നെ പോലീസ് ഫോട്ടോഗ്രാഫറെ വരുത്തിച്ചു. അദ്ദേഹം ഫോട്ടോ എടുത്തു. അതെല്ലാം ചെയ്ത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ആ സ്ക്രൂവിൽ എഴുതിയിരുന്നത് പിറ്റ്കാർ എന്നായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായി 7 അക്കത്തിലുള്ള 2 നമ്പറുകളും ഉണ്ടായിരുന്നു. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല. സ്വാഭാവികമായിട്ടും ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് മെഡിക്കൽ സ്റ്റോർ അല്ലെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അന്വേഷണം നടത്തുവാൻ തീരുമാനിക്കുകയും അങ്ങനെ എറണാകുളത്തെ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും അന്വേഷണം നടത്തിയതിന്റെ ഫലമായി പോലീസിനൊരു തുമ്പ് ലഭിച്ചു. ഈ പിറ്റ്കാർ എന്നത് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ്. അപ്പോൾ ആ വീണ് കിട്ടിയ തെളിവിൽ നിന്ന് പൂനെയിലുള്ള ഈ കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയും അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ച വിവരങ്ങൾ, ഈ പിറ്റ്കാർ എന്ന് പറയുന്ന കമ്പനി മാളിയോള സ്ക്രൂ, ആ സ്ക്രൂവിൽ കണ്ട ബാച്ച് നമ്പറിലുള്ള 12 സ്ക്രൂകൾ കേരളത്തിലെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് എന്ന വാർത്ത ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആശുപത്രികൾ, പ്രത്യേകിച്ചും എറണാകുളത്തെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഇതിലെ 6 സ്ക്രൂ തൃപ്പൂണിത്തുറയിലെ ഒരു ആശുപത്രിയിലേക്കാണ് കയറ്റി അയച്ചിട്ടുള്ളതെന്ന് വിവരം ലഭിച്ചു. അങ്ങനെ തൃപ്പൂണിത്തുറയിലെ ഈ ആശുപത്രിയിൽ അന്വേഷണ സംഘം എത്തുകയും അവിടെ നിന്ന് ഈ 6 സ്ക്രൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചതിൽ ഈ 6 സ്ക്രൂവും 6 പേരിൽ ശസ്ത്രക്രിയയെ തുടർന്ന് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ഈ 6 പേരെ കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഇതിൽ 5 പേര് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിട്ടുള്ളതായും ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതിൽ 6-മത്തെയാൾ ഉദയംപേരൂർ സ്വദേശിനിയായ ശകുന്തള എന്ന 50 വയസ്സുകാരിയായിരുന്നു. ഈ കഥയുടെ ക്ലൈമാക്സ് തുടങ്ങുന്നത് ശകുന്തളയുടെ ജീവിതത്തിൽ നിന്നാണ്. ഉദയംപേരൂർ സ്വദേശിനിയായ ശകുന്തള എന്ന സ്ത്രീ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഭർത്താവ് 2 മക്കളുമായി സുഖമായി ജീവിച്ചു വന്നിരുന്നു. അതിനിടയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തെ തുടർന്ന് ഇവരുടെ ഭർത്താവ് ജയിലിൽ പോകുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം, ജയിൽ ശിക്ഷയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ഭർത്താവ് ശകുന്തളയോടൊപ്പം താമസമാക്കുന്നു. എങ്കിലും ശകുന്തളയ്ക്ക് ഭർത്താവുമായി ഒത്തുപോകാൻ കഴിഞ്ഞില്ല. ഇവര് തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുന്നു, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു തരത്തിലും ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയാത്ത അവസരത്തിൽ ശകുന്തള ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു. മക്കളുമായി വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. ഇതിനിടയിൽ പ്രായപൂർത്തിയായ ശകുന്തളയുടെ മകൾ അതിലെ മകൾ അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയും അയാൾ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ശകുന്തളയുടെ ഈ മകൾ മിസ്സിംഗ് ആണെന്ന് കാട്ടി അവരുടെ ഭർത്താവ് എറണാകുളം പോലീസിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ പോലീസ് പലയിടത്തും കേരളത്തിൽ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ശകുന്തളയുടെ ഈ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഡൽഹിയിൽ നിന്നും ശകുന്തളയുടെ മകളെ കണ്ടെത്തി കേരളത്തിലെത്തിക്കുന്നു. കേരളത്തിൽ എത്തിച്ചെങ്കിലും ശകുന്തളയുടെ ഈ മകളുമായിട്ടുള്ള വിവാഹബന്ധം തുടർന്നു പോകുവാൻ അവരുടെ ഭർത്താവ് തയ്യാറായില്ല. അവരുടെ വിവാഹബന്ധം അവസാനിക്കുകയും അങ്ങനെ ശകുന്തളയുടെ മകൾ ശകുന്തളയോടൊപ്പം താമസമാക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ശകുന്തളയുടെ മകൻ ഒരു ആക്സിഡന്റിനെ തുടർന്ന് കുറെ കാലം ചികിത്സ നടത്തുകയും അതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ശകുന്തളയും മകളും തനിച്ചായി ഒരു വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ താമസിച്ചു വരവേ ശകുന്തളയുടെ മകൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടാകുന്നു. സജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ, SPCAയിൽ ജോലി ചെയ്യുന്ന സജിത്ത് എന്ന ഒരാളുമായി ശകുന്തളയുടെ മകൾ അടുപ്പത്തിലാവുകയും അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. SPCA എന്ന് പറയുന്നത് മൃഗങ്ങൾക്കെതിരെ ക്രൂവൽറ്റി നടത്തുന്നത് തടയുന്ന ഒരു സംഘടനയാണ്. അതിലെ ഉദ്യോഗസ്ഥനായിരുന്നു സജിത്ത്. അങ്ങനെ ശകുന്തളയും മകളും മകളുടെ 2-മത്തെ ഭർത്താവായ സജിത്തും ഒരുമിച്ച് താമസിക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ കഥാനായികയായ ശകുന്തളയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത്. ഇത് 2016 സെപ്റ്റംബർ മാസം. ഈ 2016 സെപ്റ്റംബർ മാസത്തെ ഈ ആക്സിഡന്റിന് ശേഷം ശകുന്തള തൃപ്പൂണിത്തുറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയയാവുന്നു. അവിടെ വെച്ച് ഇടത് കണങ്കാലിൽ ഓപ്പറേഷൻ ചെയ്യുകയും ആ ഓപ്പറേഷനെ തുടർന്നാണ് ഈ സ്ക്രൂ ശകുന്തളയുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശകുന്തള വീട്ടിലെത്തുന്നു. വീൽചെയറിലാവുന്നു. വീൽചെയറിലായ ശകുന്തളയെയും മകളെയും സംരക്ഷിക്കേണ്ട ബാധ്യത
ഈ സജിത്ത് എന്ന ചെറുപ്പക്കാരൻ വന്നു ചേരുന്നു. സജിത്തിന്റെ സാമ്പത്തികം കൊണ്ട് മാത്രമാണ് ആ കുടുംബം കഴിഞ്ഞു പോയിരുന്നത്. അത് സജിത്തിന് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. ശകുന്തളയുടെ ചികിത്സാ ചെലവുകൾ, ആ വീടിന്റെ മൊത്തത്തിലുള്ള ചെലവുകൾ, ശകുന്തളയ്ക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അവരെ നല്ലവണ്ണം പരിചരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ അത് സജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ അത് വഴക്കായി. അങ്ങനെ ശകുന്തളയുമായി ഈ സജിത്ത് പലപ്പോഴും വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ ഈ വഴക്ക് തുടർന്നപ്പോൾ അതിനിടയിലാണ് ശകുന്തള ഒരു സത്യം മനസ്സിലാക്കുന്നത്. തൻ്റെ മകളുടെ ഭർത്താവായി സജിത്തിന് മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ടെന്നുള്ളത്. അതൊരിക്കലും ശകുന്തളയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എങ്ങനെയെങ്കിലും സജിത്തിനെ ഒഴിവാക്കണമെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ സജിത്തുമായി നിരന്തരം വഴക്കുണ്ടാക്കുകയും ഈ വഴക്കുണ്ടാക്കുന്ന സമയങ്ങളിൽ എൻ്റെ മകളുമായിട്ടുള്ള ബന്ധം സജിത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പറയും എന്ന് ഈ ശകുന്തള പലപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ഭീഷണി കൂടുതൽ നിരന്തരം ഭീഷണി ആയപ്പോൾ സജിത്തിന് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു. അയാൾ എങ്ങനെയെങ്കിലും ശകുന്തളയെ വകവരുത്തണമെന്ന് തീരുമാനിക്കുന്നു. ഇതിനുവേണ്ടി അവസരം കാത്തിരുന്ന സജിത്ത് ഒരു ദിവസം ശകുന്തളയുടെ മകൾ, അതായത് സജിത്തിന്റെ ഭാര്യയുമായി, സജിത്തിന്റെ ഭാര്യയ്ക്ക് ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു, ആ കുട്ടികളുമായി സജിത്തും ഭാര്യയും ഒരു വിനോദയാത്രയ്ക്ക് പോകും. അങ്ങനെ തന്ത്രപൂർവ്വം ഈ കുട്ടികളെയും ലോഡ്ജിലാക്കിയ ശേഷം സജിത്ത് തിരിച്ച് ശകുന്തളയുടെ വീട്ടിലെത്തുന്നു. ശകുന്തളയ്ക്ക് ആഹാരത്തിൽ വിഷം കലക്കി നൽകി ശകുന്തളയെ അയാൾ നിശബ്ദമായി കൊല്ലുന്നു. നിരപരാധിയായ ശകുന്തള കൊല്ലപ്പെട്ടു. ആ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഇത് മറവ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ സജിത്ത് ആലോചിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഓട്ടോ ഡ്രൈവറായ തൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നു, എനിക്കൊരു വലിയ വീപ്പ വേണം, ഏകദേശം 200 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു വീപ്പ, വെള്ളം നിറയ്ക്കുവാനാണ് എന്ന കാരണം പറഞ്ഞ് വീപ്പ സംഘടിപ്പിക്കുന്നു. ഈ വീപ്പയ്ക്കുള്ളിലേക്ക് ഡെഡ് ബോഡി, അതായത് ശകുന്തളയുടെ ശവശരീരം നിക്ഷേപിക്കുകയും അതിൻ്റെ മുകളിലും താഴെയും കോൺക്രീറ്റ് നിക്ഷേപിക്കുകയും ചെയ്യും. അങ്ങനെ ഈ വീപ്പയ്ക്കുള്ളിൽ ശകുന്തളയുടെ മൃതദേഹം സംസ്കരിക്കപ്പെടുന്നു. ഈ മൃതദേഹം അടങ്ങിയ വീപ്പ കായലിൽ താഴ്ത്തുവാനാണ് സജിത്ത് തീരുമാനിച്ചത്. അതിനുവേണ്ടി സുഹൃത്തുക്കളായ 5 പേരെ ചട്ടം കിട്ടും. ഈ 5 പേരോട് സജിത്ത് പറഞ്ഞത് ഈ വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അവശിഷ്ടമാണെന്നാണ്. സ്വാഭാവികമായിട്ടും മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ അവർക്ക് അവിശ്വസിക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 5 പേർ ചേർന്ന് ഈ വീപ്പ കൊച്ചിയിലെ കായലിൽ നിക്ഷേപിക്കുന്നു. ആ വീപ്പയാണ് കായൽ വൃത്തിയാക്കുന്നതിനിടയിൽ JCB ഡ്രൈവർക്ക് കിട്ടിയതും ഉദ്യോഗജനകമായ ഈ കൊലപാതക കഥയുടെ ചുരുളഴിയുന്നത്. ശകുന്തളയെ സുഖമില്ലാത്തതിനാൽ ബന്ധുക്കളുടെ, അതായത് ശകുന്തളയുടെ സഹോദരിയെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ടുണ്ട് എന്നാണ് ഭാര്യയോടും, അതായത് ശകുന്തളയുടെ മകളോടും നാട്ടുകാരോടുമൊക്കെ സജിത്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്നാണ് കരുതുന്നത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ കേസ് പിടിക്കപ്പെട്ടു, അതായത് ഈ വീപ്പ പിടിക്കപ്പെട്ടു എന്ന് പത്രത്തിലൂടെ അറിഞ്ഞതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. സജിത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ കേസ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്നേ വരെ പോലീസിന് സാധിച്ചിട്ടില്ല. വളരെ ചെറിയ തെളിവുകൾ പോലും ഒരു കേസ് തെളിയിക്കാൻ പര്യാപ്തമാണെന്ന് നമ്മൾ നിസ്സാരമെന്ന് കരുതി, അല്ലെങ്കിൽ മറ്റാരും കാണില്ല, മറ്റാരും അറിയില്ല എന്ന് കരുതി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പോലും ഒരു ചെറിയ തെളിവിൻ്റെ, നിർണായകമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നും തെളിയിക്കപ്പെടും. അതായത് ഓരോ ക്രൈമിലും ദൈവത്തിൻ്റെ ഒരു തെളിവ് അവശേഷിക്കുന്നുണ്ടാകും എന്നാണ് ഈ ഒരു കൊലപാതക കഥയിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ, അഭിമാനകരമായ ഒരു കേസ് അന്വേഷണമായിരുന്നു ശകുന്തള കൊലക്കേസ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് സംബന്ധിച്ച കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ വിമർശനങ്ങൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എപ്പോഴും സ്വീകരിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.